അതെങ്ങനെയാ? 10 ഗുണം 10 ഗുണം എന്നല്ലേ പറയാ? അമ്മയുടെ കുശാഗ്ര ബുദ്ധിയുടെ 10-1 നീ കാണിക്കാതിരിക്കില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ കിടക്കേണ്ടി വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഞാനൊന്ന് എണീറ്റോട്ടെ. ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും നീ. ഇങ്ങോട്ട് മാറടി. എടി, നീ എന്താടി നോക്കി പേടിപ്പിക്കുന്നോ? നിന്റെ ഈ കിടപ്പുണ്ടല്ലോ, അത് നിന്റെ മനസ്സിലെ പകയും വിദ്വേഷവും കുശുമ്പും കുന്നായ്മയും കൊണ്ട് ഈശ്വരൻ തന്ന ശിക്ഷയാ. ഇനി നീ ഈ കിടപ്പിന്നേ ഒരു കാലത്തും എഴുന്നേക്കാൻ പോകുന്നില്ല. എന്റെ അമ്മ എങ്ങനെയാന്ന് പറയല്ലേ ആന്റി. എന്റെ ചേച്ചിയമ്മ അറിഞ്ഞാലുണ്ടല്ലോ. നീ എന്താ നിന്റെ ചേച്ചിയമ്മയുടെ കാര്യവും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുവാ? നിന്റെ ചേച്ചിയമ്മേ ഞാൻ ഇവിടുന്ന് എന്നേക്കുമായിട്ട് ഇറക്കി വിടാൻ പോവാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് എനിക്കൊന്ന് കാണണം. ഇപ്പോ നിന്നെയും നിന്റെ മോളെയും എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരാളും എന്നോട് ചോദിക്കാൻ വരില്ല. ശാലിനിക്കാണെങ്കിൽ ഇനി ഇങ്ങോട്ട് കേറി വരാനും പറ്റില്ല. അറിയാലോ നിനക്ക്. ഞാൻ ചിലപ്പോ ഇവളെ തല്ലിയെന്നും കാലെ വാരി കൊടഞ്ഞെന്നും വരാം. അതൊക്കെ എന്റെ അന്നേരത്തെ സൗകര്യം പോലെ ഞാനങ്ങ് ചെയ്യും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ആകെ മൊത്തം തളർന്ന് ഈ മച്ച നോക്കി കിടക്കുന്ന നീ എന്ത് ചെയ്യാനടി? ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്കും കൂടി ചേർത്ത് ചെയ്യുന്നത് ഈ കൊച്ചിനിട്ടായിരിക്കും. തുറച്ചു നോക്കി നിക്കണം നിപ്പ് കണ്ടില്ലേ? കൊണ്ടൂത്തി പൊട്ടിക്കാ വേണ്ടത്. കാന്താരി. അമ്മ, എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കോ അമ്മ. പറയമ്മേ, പപ്പിമോളുടെ കണ്ണ് കുത്തി പൊട്ടിക്കോന്ന്. കാർത്തിക ആന്റിയെ ഒഴിപ്പിച്ചില്ലെങ്കിൽ അമ്മയെ കാർത്തിക ആന്റി സങ്കടപ്പെടുത്തും. വിഷ്ണുവച്ചനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാ പിന്നെ കാർത്തിക ആന്റി ഇവിടുന്ന് പോവേയില്ല. എന്താണൊരു വഴി? എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങിയാ പിന്നെ കാർത്തിക ആന്റിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ? അങ്ങനെയാണെങ്കിൽ ആരുടെ അടുത്ത് പോവും? എങ്ങനെ ഇവിടെ നിറങ്ങും? ഒരാളും അറിയാതെ ഇവിടെ നിറങ്ങണം. ഒരു കൊച്ചിനെ കാണാതായാൽ കൊച്ചിനെ കണ്ടുപിടിക്കാൻ നോക്കോ അതോ കല്യാണം നടത്താൻ നോക്കോ? പപ്പിയല്ലേ ഇത്? ഇവളെന്താ അവിടെ ചെയ്യുന്നത്? ബാഗൊക്കെ കയ്യിലുണ്ടല്ലോ. ഈ രാത്രിയില് ബാഗൊക്കെ പിടിച്ച് എങ്ങോട്ടാ? ഞാൻ പോവാട്ടോ. ഇനി നമ്മൾ കാണത്തില്ല. ടാറ്റാ.
ഇപ്പോൾ വീട് വിട്ടു പോവുകയാണ്. കൊള്ള, അസാമാന്യ ധൈര്യം തന്നെ. അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഭിക്ഷക്കാരുടെ കയ്യിൽ കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിക്കാം. പേടിച്ചു പോയതായിരിക്കും. എന്തായാലും എനിക്ക് സ്വൈര്യക്കേടുണ്ടാക്കുന്ന ഒന്ന് ഒഴിഞ്ഞു പോയെന്ന് കരുതാം. ഇനിയും ഉണ്ട് കുറെ എണ്ണം. ഓരോരുത്തരെയായി ഒഴിവാക്കണം. ഒടുവില് അമ്മ മഹാറാണിയെ കുടിയൊഴിപ്പിച്ചെങ്കിലേ ഈ വീട് ഒരു വീടാകും. അല്ലെങ്കിൽ ഇത് ജയിലല്ലേ. സത്യഭാമ എന്ന ജയിലറുടെ നിയന്ത്രണത്തിലുള്ള ദുർഗുണ പരിഹാര പാഠശാല ഒരാൾക്കും മിണ്ടാൻ പാടില്ല. മിണ്ടാനും പ്രവർത്തിക്കാനുള്ള അവകാശം ഒരേ ഒരാൾക്ക് മാത്രം, സത്യഭാമയ്ക്ക് മാത്രം. നാളത്തെ ഓട്ടത്തിനുള്ള വക ആ കൊച്ചു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനെന്തായാലും ഒന്നും അറിഞ്ഞില്ലെന്നുള്ള മട്ടിലങ്ങ് നിൽക്കും. എന്നെ ശത്രുവായിട്ട് കാണുന്നവർക്കൊക്കെ ഇതായിരിക്കും ഫലം എന്നൊന്ന് അറിയട്ടെ. ഭാഗ്യം, വീടിന്റെ മുൻവശത്ത് ആരുമില്ല. വാതിലും അടച്ചിട്ടിട്ടുണ്ട്. സത്യ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? പഠിച്ചോണ്ടിരിക്കയായിരിക്കും. ചേച്ചിയമ്മ സത്യയുടെ അടുത്ത് ഉണ്ടാവോ എന്തോ. ചിലപ്പോ ഉണ്ടാവില്ല. രാത്രി ചേച്ചിയമ്മയ്ക്ക് ഫയല് നോക്കാനുണ്ടാവും. അതുകൊണ്ട് സത്യയെ പഠിപ്പിക്കാൻ ചേച്ചിയമ്മയ്ക്ക് സമയം കിട്ടാറില്ലെന്നാ സത്യ പറയാറ്. അതുകൊണ്ട് സത്യ മുറിയിൽ ഒറ്റയ്ക്കാവാനാണ് സാധ്യത. അയ്യോ, ഒരു കാറ് വരുന്നുണ്ടല്ലോ. ദൈവമേ, ചേച്ചിയമ്മ എന്നെ കാണരുതേ. ചേച്ചിയമ്മ എന്നെ കണ്ട എല്ലാം പൊളിയും. ചേച്ചിയമ്മ ഇപ്പൊ തന്നെ അമ്മയെ വിളിച്ച് വിവരം പറയും. സത്യമ്മ അറിയും. സത്യമ്മ അറിഞ്ഞ ഇനിയും എന്നെ തല്ലും. ഓക്കെ, അത് സൈൻ ചെയ്തേക്കാം. ശരി, അപ്പൊ ഞാൻ വിളിക്കാം. അമ്മേ. ആ രാമേട്ടാ, നാളെ രാവിലെ 8 മണിക്ക് എത്തണം. ശരി. വേലന്മലയിൽ അനധികൃതമായി പാറ ഖനനം നടക്കുന്നുണ്ട്. അതൊന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ 10:30 റവന്യൂ മിനിസ്റ്ററുടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ശരി, രാവിലെ 8 മണിക്ക് തന്നെ എത്തിക്കോളാം. ശരി. എന്താ ഒരു ശബ്ദം കേട്ടത്? അവിടെയാ, ഞാൻ നോക്കാം. ഏയ് വേണ്ട, വല്ല പട്ടിയോ പൂച്ചയോ ആയിരിക്കും. രാമേട്ടൻ പോയിക്കോളൂ. ശരി. അമ്മേ.
രക്ഷപ്പെട്ടു. ചേച്ചിയമ്മ കണ്ടില്ല. ചേച്ചിയമ്മയോ ഡ്രൈവറെങ്കിലോ വന്നിരുന്നെങ്കിൽ എന്നെ കണ്ടുപിടിച്ചേനെ. എവിടെയായിരിക്കും സത്യ? അയ്യോ, ശാരദാമ്മ. സത്യ, പപ്പി, നീ എന്താ അവിടെ? പതിക്ക് ഇങ്ങ് വാ. നീ എന്താ ഈ നേരത്ത്? പതിക്ക്, ആരും കേക്കണ്ട. അവിടെ സത്യമ്മ വല്യച്ഛന്റെ ആന്റിയുടെയും കല്യാണം നടത്താൻ പോവാ. അതെയോ? ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. അതിനാ ഞാൻ വന്നത്. നീ അകത്തേക്ക് വാ, ഞാൻ അമ്മയെ വിളിക്കാം. അയ്യോ വേണ്ട സത്യ, ആരും അറിയണ്ട ഞാൻ വന്നത്. ഞാൻ വന്ന കാര്യം നീ മാത്രം അറിഞ്ഞാ മതി. എന്നെ കാണാതാവുമ്പോ വീട്ടിലെല്ലാരും എന്നെ തിരക്കി നടക്കും. അങ്ങനെ വിഷ്ണു അച്ഛന്റെ കല്യാണം മുടങ്ങും. അത് നല്ല ഐഡിയ. പക്ഷെ ആരും അറിയാതെ പപ്പിയെ ഈ മുറിയിലേക്ക് ഞാൻ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരും? ഒരു വഴിയുണ്ട്. നീ അവിടെ തന്നെ നിൽക്ക്. മോളെ, ചായ കഴിക്കെടുത്ത് വെക്കട്ടെ? ഇപ്പൊ വേണ്ടമ്മേ, കുറച്ചുകൂടെ കഴിയട്ടെ. മോളെ, എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഇല്ല അമ്മേ. പിന്നെ നീ എങ്ങോട്ട് പോവാ? അതമ്മേ, പെൻസില് ജനല് വഴി പുറത്ത് വീണു. പെൻസിൽ ജനൽ വഴി പുറത്തു വീണെന്നോ? അതെങ്ങനെ വീണു? പറന്നു ചെന്നതാണോ അത് നീ എടുത്ത് പുറത്തെറിഞ്ഞതാണോ? ഇല്ല അമ്മേ, ഞാൻ ജനലിന്റെ അടുത്ത് നിന്ന് പെൻസിലിന്റെ മൊന വെട്ടിക്കൊണ്ട് നിന്നതാ. അപ്പ കയ്യിൽ നിന്ന് വീണുപോയി. അപ്പൊ അത്രയ്ക്കുണ്ട് ശ്രദ്ധ. സോറി അമ്മേ. എന്തായാലും നീ അവിടെ നിൽക്ക, ഞാൻ പോയി എടുത്തിട്ട് വരാം. രാത്രിയല്ലേ? അയ്യോ വേണ്ട, അമ്മ പോണ്ട. അതെന്താ ഞാൻ പോയി എടുത്താല്? രാത്രി ആയോണ്ട് സത്യമോക്ക് പേടിയാവുന്നോർത്തല്ലേ അമ്മ വിടാത്തത്. അതെ. ഈ സത്യമോൾ ആരാന്നറിയാവോ? കളക്ടറുടെ മോളാ. എനിക്ക് ഒരു പേടിയില്ല. അമ്മ നോക്കിക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്തോണ്ട് വരാം. ഓ ശരി. പപ്പി, നീ ഇവിടെ തന്നെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്തിനാ? പൈപ്പ് തുറന്നിടാൻ. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. അമ്മേ, നീ മുറ്റത്ത് പൈപ്പ് തുറന്നു കിടക്കുന്നു. മോള് അതും കൂടി അടച്ചിട്ട് വാ. അയ്യോ, എനിക്ക് പേടിയാ. പിന്നെ നീ നേരത്തെ വലിയ വീരാവത അടിച്ചല്ലോ, കളക്ടറുടെ മോളാണെന്നും പറഞ്ഞു. അതല്ല അമ്മേ, പൈപ്പിന്റെ അടുത്ത് ഇരുട്ടാ. അതാ എനിക്ക് പേടി. ശരി.
വിട്ടു. എന്നാലും പപ്പി നിന്നെ സമ്മതിക്കണം. എന്തായി ബാഗില്? എന്റെ ഉടുപ്പാ, പൈസയും ഉണ്ട്. എന്താനു? മാഡം, ഹർഷനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്. എന്നിട്ട് ആളെ എവിടെയുണ്ടെന്ന് അറിഞ്ഞു. ആ ഗുഡ്. എവിടെയാ അയാള്? അല്പം ദൂരെയാ, കാലിഫോർണിയ. ഏ? അപ്പോ ഹർഷൻ സ്ഥലത്തില്ല. ഇതെങ്ങനെ അറിഞ്ഞു? കൂട്ട് ജില്ലാ കളക്ടറിന്റെ ഒപ്പമല്ലേ മാഡം? അപ്പൊ പിന്നെ വഴികൾക്ക് പഞ്ഞുണ്ടോ? അതുകൊണ്ടാ ആ ജോലി കൃത്യമായിട്ട് അനുവിനെ തന്നെ ഏൽപ്പിച്ചത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന ഹർഷൻ ഒരു മുങ്ങൽ വിദഗ്ധൻ തന്നെയാ. വൈ? നമ്മളെ ഏർപ്പാടാക്കിയ ആള് തപ്പിപ്പിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ആൾ അവിടുന്ന് മുങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞത്. അഴിക്കും തോറും കുരുക്ക് മുറുകുകയാണല്ലോ. എന്തായാലും നമ്മളെ ഏർപ്പാടാക്കിയ ആള് പണി മതിയാക്കിയിട്ടില്ല. അന്വേഷണം കാര്യമായിട്ട് നടത്തുന്നുണ്ട്. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള സൂചന കിട്ടിയ ആ സമയം തന്നെ എന്നെ അറിയിക്കുകയും ചെയ്യും. ഒരു കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പണം മാത്രം പോരാ, ഭാഗ്യവും വേണം. ആ ഭാഗ്യം ഇപ്പോ കാർത്തികയുടെ പക്ഷത്താ. ഇല്ലെങ്കിൽ എവിടെയോ കിടന്നവള് സത്യമ്മയുടെ പെറ്റായി മാറില്ലല്ലോ. മാഡം, ഇതൊന്നും കണ്ട് നമ്മുടെ ലക്ഷ്യം മറക്കുന്നില്ലല്ലോ. നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒരു വഴി തെളിഞ്ഞു വരും മാഡം. അതെ, ആ ആത്മവിശ്വാസം ഒട്ടും കുറയാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ അനു, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് മാഡം. അതെ, മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സത്യം ഇവിടെ ഒറ്റയ്ക്കാണോ കിടക്കുന്നത്? ചെലപ്പോ പേടിയാവില്ലേ? എന്തിനാ പേടിക്കുന്നേ? ഇത് എന്റെ വീടല്ലേ. ഞാൻ ഒറ്റയ്ക്ക് കിടന്നൊക്കെ ശീലിച്ചിട്ടുണ്ട്. ഒരു പേടിയില്ല. പപ്പി ആദ്യമായിട്ടായിരിക്കുമല്ലേ അമ്മയെ വീട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സങ്കടം ഉണ്ടല്ലേ? സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിനായോണ്ട് ഞാൻ പിടിച്ചു നിൽക്കുക. ഇനി കാണുമ്പോ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവും. പിന്നെ പപ്പി, നാളെ പകലൊന്നും ആ ജനലിന്റെ ഭാഗത്ത് വന്ന് നിന്നേക്കരുതേ. ഇനിയിപ്പോ ഈ കള്ളം കാണിക്കണോണ്ട് പിടിച്ചിരിക്കാൻ എന്തൊക്കെ പറയേണ്ടി വരുവോ ആവോ. നാളെ നമുക്ക് ജനലും വാതിലും ഒക്കെ അടച്ചിടാം. എന്തെങ്കിലും കഴിക്കാനൊക്കെ സത്യപോ എടുത്തോണ്ട് വന്നാ പോരെ? പക്ഷെ എപ്പോഴും ഈ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാ സത്യം എന്ത് പറയും? അത് പറയാലോ, ഹോംവർക്കിന്റെ കാര്യം പറയാം. പിന്നെ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാ പെട്ടെന്ന് മനസ്സിലാവൂന്നും പറയാം. കള്ളം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊപ്പിക്കാൻ പോകുന്നതെല്ലാം മുഴുവൻ കള്ളോ. അത് പിന്നെ എന്റെ ബിഗ് ഫ്രണ്ടിന്റെ കാര്യത്തിനല്ലേ. ഇഷ്ടക്കൂടുതലുള്ളവരുടെ കാര്യത്തിന് വേണ്ടി 1-2 കള്ളങ്ങൾ പറഞ്ഞാലൊന്നും കുഴപ്പമില്ല പപ്പി. സത്യക്ക് ബിഗ് ഫ്രണ്ടിന് അത്രയ്ക്ക് ഇഷ്ടാ. ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ സ്വപ്നത്തിൽ വരുന്ന എന്റെ അച്ഛന് ബിഗ് ഫ്രണ്ടിന്റെ ചായയാ പപ്പി. ചേച്ചിയമ്മയെ വിഷമിപ്പിക്കാതെ പപ്പിമോള് ചേച്ചിയമ്മയ്ക്ക് വാക്ക് തരണം. ചേച്ചിയമ്മ പറയാതെ സത്യയുടെ ഈ വിവരം പറയില്ലെന്ന്. ചേച്ചിയമ്മയുടെ പൊന്നുമോളല്ലേ സത്യം ചെയ്തതാ. ശരി, സമ്മതിച്ചു. സത്യയുടെ സങ്കടം കാണുമ്പോ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് തോന്നുക. പക്ഷെ ചേച്ചിയമ്മയുടെ കയ്യെ പിടിച്ച് സത്യം ചെയ്തു പോയില്ലേ. സോറി സത്യ. ഇന്നല്ലെങ്കിൽ നാളെ നീ അതറിയും. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? കല്യാണം മുടക്കാൻ കാരണം നമ്മളാണെന്ന് അറിയുമ്പോ വിഷ്ണുച്ചന് ഒരുപാട് സന്തോഷാവല്ലേ? അതെ, നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും.
പപ്പി മോളെ